ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18 കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹപാഠിയായിരുന്ന സുദാമാവ് കുചേലൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇല്ലത്ത് ദാരിദ്ര്യം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി ഭർത്താവിനോട് പട്ടിണി കിടന്ന് കുട്ടികൾ എല്ലും തോലുമായി കൃഷ്ണൻ വിചാരിച്ചാൽ ഇതിന് പരിഹാരമുണ്ടാകുമെന്നും ദ്വാരകയിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് സഹായം തേടൂ എന്നും പറയുന്നു. ഭാര്യയുടെ നിർബന്ധവും ഭഗവാനെ കാണാനുള്ള ആഗ്രഹവും കൊണ്ട് സുദാമാവ് ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഭഗവാന് സമർപ്പിക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് സുദാമാവ് പറഞ്ഞു. അത് പ്രകാരം അദ്ദേഹത്തിന്റെ പത്നി അടുത്ത വീടുകളിൽ നിന്ന് കുറച്ച് നെല്ല് സമ്പാദിച്ചു കൊണ്ടുവന്ന് ഉരലിൽ ഇടിച്ച് അവലുണ്ടാക്കി കിഴിയാക്കി സുദാമാവിന് കൊടുത്തു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ കുചേലൻ യാത്ര തുടങ്ങി. നടന്ന് ദ്വാരകയിലെത്തി. അവിടെ കൊട്ടാരത്തിൽ നിന്നും സുഹൃത്തിന്റെ വരവറിഞ്ഞ് ശ്രീകൃഷ്ണൻ ഓടിച്ചെന്ന് വാരിപ്പുണർന്നു. സുദാമാവിനെ സ്നേഹാദരങ്ങളോടെ വരവേറ്റ് പട്ടുമെത്തയിലിരുത്തി കാല് കഴുകിച്ചു. സുഗന്ധദ്രവ്യങ്ങളും ആഹാരവും മറ്റും നൽകി സൽക്കരിക്കുകയും ചെയ്തു. രുക്മിണി ദേവി അടുത്ത് ചാമരം വീശി നിന്നു. ക്ഷീണമെല്ലാം അകന്നപ്പോൾ സുഹൃത്തിനോട് പലവിധ കുശലങ്ങളും ശ്രീകൃഷ്ണൻ ചോദിച്ചു. ബാല്യകാല കഥകൾ പലതും പറഞ്ഞ് ശ്രീകൃഷ്ണൻ സുഹൃത്തിനൊപ്പം കുറെ സമയം ചിലവഴിച്ചു. ഭഗവാന്റെ വാക്കുകൾ കുചേലൻ സന്തോഷത്തോടെ കേട്ടിരുന്നു. സുദാമാവിനൊപ്പം പഴയ പല കഥകളും പറഞ്ഞ് രസിച്ചിരുന്ന കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇലയോ പൂവോ കായോ എന്തായാലും വേഗം തരൂ, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുമെന്നും കൃഷ്ണൻ പറഞ്ഞു. ഈ അവിലെങ്ങനെ ശ്രീകൃഷ്ണന് നൽകും എന്ന് കരുതി മടിച്ചു നിന്ന കുചേലന്റെ കയ്യിലിരുന്ന അവിൽപ്പൊതി ആവേശത്തോടെ ശ്രീകൃഷ്ണൻ കൈക്കലാക്കി. അതിൽ നിന്നും ഒരു പിടി അവിൽ വാരിയെടുത്ത് ശ്രീകൃഷ്ണൻ വായിലാക്കി. രണ്ടാമതും അവിൽ വാരിയെടുക്കവേ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു. കാരണം ആദ്യത്തെ ഒരു പിടി അവിലിനാൽ തന്നെ സുദാമാവിന്റെ സകല ആഗ്രഹങ്ങളും നിറവേറ്റാൻ ബാധ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പിടി കൂടി ഭുജിച്ചാൽ എന്താകുമെന്ന് അറിയാവുന്നതിലാണ് ദേവി തടസ്സം നിന്നത്. അന്ന് അവിടെ രാജകീയ സുഖസൗകര്യങ്ങളോടെ താമസിച്ച ശേഷം പിറ്റേന്ന് സുദാമാവ് ഇല്ലത്തേക്കു മടങ്ങി. ഭഗവാന്റെ സൗഹൃദം മാത്രം മോഹിച്ച് മറ്റൊന്നും ആവശ്യപ്പെടാതെ യാത്രയായ സുദാമാവ് ഭഗവാന്റെ ആദിത്യ മര്യാദയും സ്നേഹവും സൗഹൃദവും മനസ്സിലോർത്ത് നടന്നു. ഏറെ ദൂരം നടന്ന് സ്വഗൃഹത്തിന് സമീപം എത്തിച്ചേർന്ന സുദാമാവ് ആശ്ചര്യചകിതനായി. അനേകം തരുണീമണിമാർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഓടിയെത്തി. തന്റെ ജീർണഗൃഹത്തിന്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു മാളിക. ഇതുകണ്ട് മിഴിച്ചു നിന്ന അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് സർവാഭരണ വിഭൂഷിതയായി സുദാമാവിന്റെ പത്നിയും ദാസിമാരും വന്നു ചേർന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ച മന്ദിരമാണെന്ന് അവർ പറഞ്ഞു. സന്തോഷത്തോടെയും സർവ്വ ഐശ്വര്യങ്ങളോടെയും സുദാമാവ് കൃഷ്ണഭക്തനായി ശിഷ്ടകാലം അവിടെ ജീവിച്ചു. കുചേല ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം. യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവിൽക്കിഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം. അവിൽ, നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ കുചേല ദിനത്തിൽ പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. സുഹൃത്ത് ബന്ധത്തിന്റെ മാതൃകയും ഉത്തരവാദിത്തവും നമ്മളെ പഠിപ്പിക്കുന്നതാണ് കുചേല ദിനം എന്നാണ് പറയുന്നത്.